സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സുപ്രഭാത വന്ദനം. നമ്മുടെ വൈദിക ചിന്താധാരയിലേക്ക് കടക്കുകയാണെങ്കിൽ പ്രകൃതിയിലെ വൈവിധ്യമാർന്ന ദേവതാ സങ്കല്പത്തിലെ കണ്വ മഹർഷിയും കണ്വ മേധാതിഥി മഹർഷിയും അവര് പ്രകൃതിയിലെ വൈവിധ്യമാർന്ന ദേവതാ സങ്കല്പത്തെ ബ്രഹ്മണസ്പതി, ബൃഹസ്പതി, ഇന്ദ്രൻ, സോമൻ, ദക്ഷിണാമൂർത്തി, സദസപതി, നരാശംസൻ തുടങ്ങിയ അനവധി പ്രകൃതി ദേവതാ സങ്കല്പത്തെ വ്യത്യസ്ത ഛന്ദശാസ്ത്രത്തിൽ ശരിക്കും വിവരിക്കുകയാണ്. മനുഷ്യനുണ്ടാവേണ്ട സമഗ്ര ഗുണങ്ങൾ ഈ 18ാമത്തെ സൂക്തത്തിലെ 9 ഋക്കുകളിൽ വിവരിക്കുന്നു. സമസ്ത ഗുണങ്ങളും ദേവതകളിൽ നമ്മളത് കണ്ട ആ ദേവതകളിലെ ആ ഗുണങ്ങൾ നമുക്ക് വരണമെന്ന് പറയുന്നതിൻ്റെ വിവരണത്തിലേക്ക് നമുക്ക് കിടക്കാം. സോമാനം സ്വരണം ഗൃണുഹി ബ്രഹ്മണസ്പതേ കക്ഷീവം ദം യൗഷിജഃ യോ രേവാഞ്യോ ആമി വഹാവാസുവിൽ പുഷ്ടിവർദ്ധനഃ സനസിഷക്തു യസ്തുരഃ മാനശംസോ അരാരുഷോ ധൂർത്തി പ്രണങ്മർത്യസ്യ രക്ഷാണോ ബ്രഹ്മണസ്പതേ സഖാ ആവീരോ നരശ്യതി യമേന്ദ്രോ ബ്രഹ്മണസ്പതി സോമോ ഹിനോതി മർത്യം ത്വം തം ബ്രഹ്മണസ്പതേ സോമ ഇന്ദ്രശ്ച മർത്യം ദക്ഷിണാപാത്വം ഹാസഃ സദസത്പതിമദ്ഭൂതം പ്രിയമിന്ദ്രസ്യ കാമ്യം സനിം മേധാമായാശിഷം യസ്മാം ധ്യേതാന സിദ്ധ്യതി യജ്ഞോ വിപശ്ചിതശ്ചനഃ സധീനാം യോഗമിന്വതി ആദ്രദ്നോതി ഹവിഷ്കൃതിം പ്രാഞ്ജം ഗൃണോത്യധ്വരം ഹോത്രാ ദേവേഷു ഗച്ഛതി നരാശംസം സുദൃഷ്ടാമേ പശ്യം സപഥസ്തമം ദിവോ ന സത്മമഘസം. 9 ഋക്കുകളാണ് ഉള്ളത്. നല്ല പ്രാർത്ഥനകളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രഭാതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മൊത്തം ഈ 9 ഋക്കുകളുള്ള 18ാമത്തെ സൂക്തത്തിലുണ്ട്. ഇനി നമുക്ക് അർത്ഥ സന്ദേശങ്ങളിലേക്ക് കിടക്കാം. അറിവിൻ്റെ പൊരുളായ ഈശ്വര, എന്നെയും അറിവിൻ്റെ മൂർത്തിമദ്ഭാവമാക്കുക. വേദത്തെയും വേദജ്ഞരെയും സംരക്ഷിക്കുന്നവനെ, ഏതൊരു ഉശിജന്റെ പുത്രൻ, വിദ്വാന്റെ പുത്രൻ, വീര്യവാനുണ്ടോ? ഉശിജന്റെ പുത്രൻ, വിദ്വാന്റെ പുത്രൻ, വീര്യവാനായ പുത്രൻ. നമുക്കും വേണ്ടത് അതാണ്. ഭീരുവായിട്ടുള്ള പുത്രന്മാരല്ല, വീര്യമുള്ള പുത്രന്മാര്, ഐശ്വര്യം തരുന്ന യജ്ഞത്തെ അനുഷ്ഠിക്കുന്നവര്. എല്ലാ വിധത്തിലുള്ള യജ്ഞം, ഭൂതയജ്ഞം, ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, ദേവയജ്ഞം, ഋഷിയജ്ഞം, പിതൃയജ്ഞം, മനുഷ്യയജ്ഞം, ഐശ്വര്യം തരുന്ന പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നവര്, ശബ്ദവും അർത്ഥവും അവയുടെ ബന്ധവും അറിയുന്നവര്, ഭാഷാശാസ്ത്രം പൂർണ്ണമായിട്ട് അറിയുന്നവര്, അതുപോലെ ഉപദേശിച്ചു കൊടുക്കാൻ കഴിവുള്ളവര്, ഭാഷാശാസ്ത്രം, ഭാഷാപ്രയോഗം ഉപദേശിച്ചു കൊടുക്കാൻ കഴിവുള്ളവര്, ശില്പയന്ത്ര വിദ്യകളും ചിത്രരചനയിലും ഗ്രന്ഥരചനയിലും പ്രശസ്തിയോടുകൂടി അവരെന്ന നിലയിലും ഭവാൻ അല്ലയോ ബ്രഹ്മണസ്പതി. ബ്രഹ്മണസ്പതി വൈദിക ദേവത. ആ ബ്രഹ്മണസ്പതിയുടെ പൗരാണിക ദേവതയാണ് ഗണപതി എന്ന് ഡോക്ടർ സാംബശിവൻ പറയാറുണ്ട്. നേരിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, മറ്റൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. ബ്രഹ്മണസ്പതി വൈദിക ദേവതയാണെങ്കിൽ ഗണപതി പൗരാണിക ദേവത. ഒരേ പേര് തന്നെയാണ്, അല്പം വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അടുത്തത്, ഏതൊരുവനാണോ ഭവാൻ ഞങ്ങളെ ഇത്രയും ആക്കി തീർത്താലും എന്ന ആദ്യത്തെ ഋക്ക്. 2ാമത്തെ ഋക്ക്, ധനത്തോടു കൂടിയവരാക്കി തീർക്കുക, ഞങ്ങളെ വിദ്യയോടും ഐശ്വര്യത്തോടും കൂടിയവനാക്കി തീർക്കുക. ഏതൊരുവനാണോ ശാരീരികവും മാനസികവും ബുദ്ധിപരമായ അഭിവൃദ്ധി ഉണ്ടാക്കുവാനായിട്ട് ശുദ്ധാന്നം കൊണ്ട്, ആധ്യാത്മിക ജ്ഞാനം കൊണ്ടും ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും പുഷ്ടിപ്പെടുത്തുന്നത്, അങ്ങനെയുള്ളവരാക്കി തീർക്കുക. നന്മ നിറഞ്ഞ സാത്വിക ഭക്ഷണം കൊണ്ട് ഞങ്ങളുടെ ശാരീരികമായ അഭിവൃദ്ധി ഉണ്ടാക്കുക, മാനസികമായ അഭിവൃദ്ധി ഞങ്ങൾക്ക് ഉണ്ടാക്കാം.
ഭൗതികമായ അഭിവൃദ്ധി ഉണ്ടാക്കുക. അതുപോലെ ആധ്യാത്മിക ജ്ഞാനം കൊണ്ടും ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും പുഷ്ടിപ്പെടുത്തുന്ന കർമ്മത്തിലൂടെ ഞങ്ങളെ നയിക്കുക. അപ്രകാരം എല്ലാ പദാർത്ഥങ്ങളെയും അറിയുന്നവനായി, സമൃദ്ധിയുടെ ഉടമയായി, സമസ്തരെയും അറിയുന്നവനായി, സർവജ്ഞനായി തീർക്കുക ഞങ്ങളെ എല്ലാ പദാർത്ഥങ്ങളുടെയും അറിവുള്ളവനായി തീർക്കുക, സമസ്തരെയും അറിയുന്നവനായി തീർക്കുക, സർവജ്ഞനായി തീർക്കുക. അജ്ഞാനം തുടങ്ങിയതായ ദുഃഖത്തെ, ദോഷത്തെ ഇല്ലാതെയാക്കുക. വൈദ്യനെ പോലെ രോഗകാരണം അറിയുന്നവരായി തീർക്കുക. അപ്രകാരം ഏതൊരുവനാണോ വിളംബമില്ലാതെ ഇഹലോകത്തും പരലോകത്തും സുഖം തരുന്ന ജഗദീശ്വരനായിരിക്കുന്നത്, ആ ജഗദീശ്വര ഞങ്ങളെ അനുഗ്രഹിക്കുക. അങ്ങനെയുള്ള ഈശ്വരൻ ഞങ്ങൾക്ക് വിദ്യാധനാദികൾ നൽകട്ടെ. അടുത്തത്, ജഗദീശ്വര ബ്രഹ്മാണ്ട നായകനെ, ബ്രഹ്മണസ്പതി വേദപാലക, അറിവിനെ പാലിക്കുന്നവനെ, ദാനശീലം ഇല്ലാത്ത ഉപദ്രവകാരികളായ ധർമ്മബോധമില്ലാത്ത ശത്രുക്കളെ നശിപ്പിക്കുന്നവനെ, നരാധമന്റെ വിനാശകാരിയായ ശക്തിയും ഹിംസക സ്വഭാവവും നിന്ദാ സ്വഭാവവും ശാസനയും അധിക്ഷേപവും അവിടുത്തെ ഭക്തരായ ഞങ്ങളിലേക്ക് പ്രസരിക്കാതിരിക്കട്ടെ. നരാധമന്റെ വിനാശകാരിയായ ശക്തി ഞങ്ങൾക്ക് വരരുത്. നരാധമന്റെ ഹിംസ സ്വഭാവം ഞങ്ങൾക്ക് വരരുത്. നരാധമന്റെ നിന്ദാ സ്വഭാവം ഞങ്ങൾക്ക് വരരുത്. നരാധമന്റെ ശാസനയും ഞങ്ങൾക്ക് വരരുത്. നരാധമന്റെ അധിക്ഷേപവും അവിടുത്തെ ഭക്തരായ ഞങ്ങൾക്ക് വരരുത്. എല്ലാ നിലകളിലും അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചാലും. അടുത്തത്, മുമ്പ് പറഞ്ഞ ഇന്ദ്രൻ, പൂർവോക്ത ഇന്ദ്ര, എല്ലാ ഗുണങ്ങളുമുള്ള ഇന്ദ്ര മഹാദേവൻ, സകല ഗുണങ്ങളുമുള്ള മഹാദേവൻ, ബ്രഹ്മാണ്ട ചൈതന്യത്തിന്റെ ബോധതലത്തിലുള്ള ജഗദീശ്വരനായ, വേദപാലകനായ, ഔഷധി ബലരസ സമൂഹയുക്തം സൗമ്യനായ അല്ലയോ ഭഗവാനെ, ഏതൊരു പ്രാണിവർഗത്തെയാണോ, ഏതൊരു മനുഷ്യനെയാണോ ഉന്നതിയുക്തമാക്കി തീർക്കുന്നത്, ഉയരങ്ങളിലേക്ക് അവിടെ നിന്ന് നയിക്കുന്നത്, ആയുരാരോഗ്യ സൗഭാഗ്യം കൊണ്ട് ഏതൊരു നന്മ നിറഞ്ഞ മനുഷ്യരെയാണോ ഉയർത്തുന്നത്, വളർത്തുന്നത്, ദുഃഖപീഡാദികളെ, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന ആ വീരപുരുഷൻ ആക്കി തീർക്കുക ഞങ്ങളെ. ദുഃഖപീഡാദികളില്ലാത്തവരാക്കി തീർക്കുക, ശത്രുക്കളില്ലാത്തവരാക്കി തീർക്കുക, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നവരാക്കി തീർക്കുക. അങ്ങനെ വീരപുരുഷന്മാരാക്കി തീർക്കുക. നിശ്ചയമായും ഞങ്ങളെ നശിപ്പിക്കുകയില്ല, രക്ഷിക്കുക തന്നെ ചെയ്യും അവിടെ നിന്ന് എന്ന് ഞങ്ങൾക്കറിയാം. അവിടത്തേക്ക് ഞങ്ങളുടെ പ്രണാമം. അല്ലയോ പരമാത്മസ്വരൂപനായ ഈശ്വര, അവിടുന്ന് പാപത്തിൽ നിന്നും ഭൗതികങ്ങളായ കഷ്ടപ്പാടുകളിൽ നിന്നും അജ്ഞാനങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചാലും, ആ പോസിറ്റീവ് വരികളാണ്. അവിടുന്ന് ഞങ്ങൾ ചെയ്യുന്ന പാപങ്ങളിൽ അതിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചാലും, ഭൗതികങ്ങളായ കഷ്ടപ്പാടുകളിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും അറിവില്ലായ്മയിൽ നിന്നും രക്ഷിച്ചാലും, ധാർമ്മിക യജ്ഞകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ, ഭൗതിക പുരോഗതിക്ക് വേണ്ടി പണിയെടുക്കുന്ന വിദ്വാനെ, ഗവേഷകനെ, ആധ്യാത്മിക നേട്ടമുണ്ടാക്കുന്നവനെ ശക്തിസഹിതനായി വളർത്തിയാലും, ധാർമ്മിക യജ്ഞങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ വളർത്തുക, ഭൗതിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണിയെടുക്കുന്ന വിദ്വാനെ വളർത്തുക, ഗവേഷകനെ വളർത്തുക, ആധ്യാത്മിക നേട്ടം ഉണ്ടാക്കുന്നവനെ വളർത്തുക. ശക്തിസഹിതനായ മഹേശ്വര, ഔഷധി ബലരസം എന്നിവ ഞങ്ങളുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും തുണയ്ക്കട്ടെ, ഞങ്ങളെ രക്ഷിക്കട്ടെ. ദക്ഷിണ എന്ന ദേവതയും കർമ്മസംവർദ്ധകയും ധർമ്മദേവതയും ഞങ്ങളെ രക്ഷിക്കട്ടെ. അടുത്തത്, പ്രാണി സമൂഹത്തിന് ഐശ്വര്യം കൊടുക്കുന്ന ഇന്ദ്രദേവ മഹാപ്രഭോ, ആകർഷകവും ആശ്ചര്യകരവുമായ ഗുണങ്ങൾ ഞങ്ങളിൽ ഉണ്ടാക്കുക. പ്രാണി സമൂഹത്തെ പ്രസന്നമാക്കുന്നതും പ്രിയങ്കരമാക്കുന്നതുമായ സ്വഭാവങ്ങൾ ഞങ്ങളിൽ ഉണ്ടാക്കുക. പാപപുണ്യങ്ങൾക്ക് യഥായോഗ്യം ബലം കൊടുക്കുന്ന, അവിടെ നിന്ന് ധനധാന്യ ബലമൂല കന്താദികൾ കൊടുക്കുന്ന ആ ദൗത്യം ഞങ്ങളെയും ഏൽപ്പിക്കുക. ഞങ്ങൾക്കും ആവശ്യാനുസരണം അതെല്ലാം തരിക. ധർമ്മം തീർപ്പാക്കുന്ന സഭാപതിയെ, സത്യാസത്യ വിവേകം ചെയ്യുന്നവനെ ഞങ്ങളിൽ നന്മയുടെ ഗുണങ്ങൾ നൽകുക. മേധാശക്തിയെ ഞങ്ങൾക്ക് നൽകുക. സരസ്വതിയുടെ അനുഗ്രഹത്തെ ഞങ്ങളിലേക്ക് പ്രവഹിപ്പിക്കുക. സർവകലാ വല്ലഭ പദവിയെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരിക. സാധകനായ ഞാൻ
പ്രാപിച്ചിരിക്കുന്നു, ഉൾക്കൊണ്ടിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹങ്ങളെ. അടുത്തത്, അല്ലയോ മനുഷ്യരെ, എന്തുകൊണ്ടാണോ ശക്തിമാനായ ജഗദീശ്വരനിൽ നിന്നും ഉള്ളത് വിജ്ഞനിൽ നിന്നും ഉള്ളത് അല്ലാതെ ദൃഷ്ടിക്ക് വിഷയമാകുന്ന സമസ്തവും അനുഷ്ഠിക്കപ്പെടേണ്ടതായ യാഗാദി കർമ്മങ്ങളും തജ്ജന്യ ഫലങ്ങളും മറ്റൊരുവനിൽ നിന്നും ലഭ്യമാകുന്നില്ല. നമുക്ക് ലഭിക്കേണ്ടതെല്ലാം, അല്ലയോ മനുഷ്യരെ, നമുക്ക് ലഭിക്കേണ്ടത് ശക്തിമാനായ ജഗദീശ്വരനിൽ നിന്നാണ് ലഭിക്കുന്നത്. മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. മനുഷ്യൻ ഉണ്ടാക്കുമ്പോഴും പ്രകൃതിയിൽ നിന്നെടുത്ത് അതിനെ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് പ്രകൃതിക്ക് കൂടുതലായിട്ട് തിരിച്ചു കൊടുക്കുന്നത്. ഏത് റോക്കറ്റ് ആണെങ്കിലും, ഏത് മിസൈലാണെങ്കിലും, ഏത് ബസ്സാണെങ്കിലും, ഏത് കാറാണെങ്കിലും പ്രകൃതിയിലുള്ള ഓരോ വിഭവങ്ങളെ പ്രോസസ് ചെയ്തിട്ടാണ് മനുഷ്യൻ അത് ഉണ്ടാക്കുന്നത്. മനുഷ്യൻ സൃഷ്ടിച്ചതല്ല, പ്രകൃതിയിൽ നിന്നെടുത്ത് മനുഷ്യൻ രൂപഭാവങ്ങൾ മാറ്റിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ശക്തിമാനായ ജഗദീശ്വരനിൽ നിന്നും ഉള്ളത്, വിജ്ഞനിൽ നിന്നും ഉള്ളത്, വിജ്ഞന്മാരാണ്, ശാസ്ത്രജ്ഞന്മാരാണ് പ്രകൃതിയിൽ നിന്ന് അതെടുത്ത് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഇവരിൽ നിന്നുള്ളത് ദൃഷ്ടിക്ക് വിഷയമാകുന്ന സമസ്ത കാര്യങ്ങളും അനുഷ്ഠിക്കപ്പെടേണ്ടതായ യാഗകർമ്മങ്ങളും തജ്ജന്യ ഫലങ്ങളും നമുക്ക് ലഭിക്കുന്നത് ശക്തിമാനായ ജഗദീശ്വരനിൽ നിന്നും വിജ്ഞാനിയായ മനുഷ്യരിൽ നിന്നുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ആ മഹാദേവൻ മനസ്സുകൊണ്ട് അനുഷ്ഠിക്കണമെന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിൽ, കർമ്മങ്ങളിൽ സംബന്ധം വ്യാപിപ്പിക്കുന്നു, പ്രാവർത്തികമാക്കുന്നു. ആ പ്രകൃതി നമ്മളെ കൊണ്ട് എന്തെല്ലാം നന്മകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മൾ പ്രകൃതിക്ക് അനുകൂലമായിട്ട് പ്രകൃതി സംരക്ഷണത്തിന് യോജിക്കുന്ന വിധത്തിൽ, പ്രകൃതി ചൈതന്യത്തെ കൂടുതൽ കൂടുതൽ സംവർദ്ധകമാക്കുന്ന വിധത്തിൽ നിരന്തരം പ്രവർത്തിക്കാൻ ജഗദീശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബ്രഹ്മാണ്ട കാരണനായ ജഗദീശ്വര, നിയതമായ നിലയിൽ, അവിടെ നിന്ന് നിർദ്ദേശിക്കുന്ന നിലയിൽ നടക്കുന്നതായ വിഘ്നരഹിതമായ പര്യവസാനിക്കുന്ന ഉന്നതിയിലേക്ക് നയിക്കുന്ന, ഞങ്ങളെ നിയതമായ നിലയിൽ നടക്കുവാൻ, നന്മ നിറഞ്ഞ ധാർമ്മിക രീതിയിൽ നടക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. വിഘ്നരഹിതമായി മുമ്പോട്ട് പോകാൻ അനുഗ്രഹിക്കണം. പര്യവസാനിക്കുന്ന, ആരംഭിക്കുന്ന എല്ലാ കർമ്മങ്ങളും ശുഭാപ്തയോടുകൂടി പര്യവസാനിക്കണം. ഉന്നതിയിലേക്ക് ഞങ്ങളെ നയിക്കണം. യാഗം ചെയ്യുന്നതിനുള്ള ഹവിസ് ആർജിക്കുന്നതിന് യോഗ്യമായ ഗവേഷണ സാമഗ്രികൾ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. യോഗ്യനായ യജമാന ഗവേഷകനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് അനുഗ്രഹിച്ച് അയച്ചു തരണം. ആ യജമാനൻ വിളിക്കപ്പെടുന്ന ദേവത ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതാവണം. ഹിംസാരഹിതമായ ശ്രേഷ്ഠകർമ്മമായ യജ്ഞ ഗവേഷണാദികളുമായി ബന്ധപ്പെട്ട കാര്യം, കർമ്മവിശേഷം, ഉദ്ദിഷ്ടബലം സിദ്ധിക്കത്തക്കവണ്ണം ഞങ്ങളുടെ കർമ്മത്തെ നന്മയിലേക്ക് നയിക്കുക. നല്ലവണ്ണം ഐശ്വര്യയുക്തമാക്കുന്നു, ഭൗതിക ബലങ്ങൾ വർദ്ധിപ്പിക്കുന്നു, തികച്ചും ഞങ്ങളെ സമ്പന്നനാക്കുന്നു. അവിടുത്തെ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ആ ആധ്യാത്മിക കർമ്മബലം, യജ്ഞഗവേഷണ ബലം ദേവതമാരിലേക്ക് എത്തുന്നു. മനുഷ്യഭാഗം ബുദ്ധിമാന്മാരിലെത്തുന്നു. ദേവതമാരിലേക്ക് നമ്മൾ അർപ്പിക്കുന്ന എല്ലാ നന്മകളുടെയും വലിയൊരു ഭാഗം ബുദ്ധിമാന്മാർക്കും ജ്ഞാനികൾക്കും ശാസ്ത്രജ്ഞന്മാർക്കും എത്തുന്നു. ശ്രേഷ്ഠ ഭക്തന്മാരിലേക്കും അത് പ്രവഹിക്കുന്നു. ഭക്തനായ ഞാൻ, ഇത് അഹം, സിംഗുലറാണ്. വളരെ റെയറായിട്ട് വേദത്തിൽ സിംഗുലർ വരാറുള്ളൂ. എല്ലാം ഞങ്ങൾ എന്നാണ് വരാറുള്ളത്. ഭക്തനായ ഞാൻ തുളുമ്പുന്ന തേജസ്സോടുകൂടി, വളരെ പ്രഖ്യാതനും ആകാശാദികളോടുകൂടി വ്യാപ്തനുമായിരിക്കുന്ന, ശോഭനമായ നിലയിൽ ജഗത്തിനെ ധരിക്കുന്ന, മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുന്ന, 14 ലോകങ്ങളിലും അറിയപ്പെടുന്ന സഭാപതിയായ ജഗദീശ്വരനെ സ്വർഗലോകം എന്ന പോലെ തേജോവലയം കൊണ്ട് ചുറ്റിപ്പിടിച്ചു നിന്നു. ഞാൻ ജഗദീശ്വരനെ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചു നിൽക്കുന്നു. ആരാണ് ഞാൻ? ഭക്തനായ ഞാൻ. ഈശ്വരനെയാണ് ഞാനിങ്ങനെ ചുറ്റിപ്പിടിച്ചു നിൽക്കുക. ഈശ്വരനെ അങ്ങോട്ട് ആശ്രയിക്കുക. ഏതു തരത്തിലുള്ള ഈശ്വരനാണ്? തുളുമ്പുന്ന തേജസ്സോടുകൂടിയ ഈശ്വരൻ, പ്രഖ്യാപിതനായ ഈശ്വരൻ, ആകാശത്തോളം വ്യാപിച്ചു കിടക്കുന്ന ഈശ്വരൻ, ശോഭനമായ നിലയിൽ ജഗത്തിനെ ധരിക്കുന്ന ഈശ്വരൻ, മനുഷ്യരാൽ വിവരിക്കപ്പെടുന്ന ഈശ്വരൻ, 14 ലോകത്തിലും അറിയപ്പെടുന്ന ഈശ്വരൻ, സഭാപതിയായ ജഗദീശ്വരനെ, സ്വർഗലോകം പോലെ മനുഷ്യന്റെ ജീവിതത്തെ ധന്യമാക്കുന്ന ഈശ്വരൻ, ആ ഈശ്വരനെ തേജോവലയം പോലെ ഞാനിതാ ചുറ്റിപ്പിടിച്ച് ആശ്രയിക്കുന്നു.
വിജ്ഞാന ദൃഷ്ടികൾ കൊണ്ട് അറിഞ്ഞവനായി, അന്തർദൃഷ്ടി കൊണ്ട് കണ്ടവനായി സ്ഥിതി ചെയ്യുന്നു. വിജ്ഞാന ദൃഷ്ടി കൊണ്ട് സയന്റിഫിക് മെത്തേഡിലൂടെ ഈശ്വരനെ ഞാൻ അറിയുന്നു. അകക്കണ്ണുകൊണ്ട് ഈശ്വരനെ ഞാൻ കാണുന്നു. പദപ്രയോഗം നോക്കുക, അകക്കണ്ണുകൊണ്ട് ഈശ്വരനെ ഞാൻ കാണുന്നു. അതുപോലെ ശാസ്ത്രദൃഷ്ടിയിലൂടെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ പ്രതിഭാസത്തെയും ശാസ്ത്രജ്ഞർ വിവരിക്കുന്ന രീതി കണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും പുറകിൽ പ്രവർത്തിക്കുന്നത് ഈശ്വരനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാവരും ഈ കാര്യം പ്രാവർത്തികമാക്കുവാൻ ശക്തിയുള്ളവരായി തീരട്ടെ. ധന്യമായ പ്രാർത്ഥന. എന്ത് ഗംഭീര പ്രാർത്ഥനയല്ലേ! ശരിക്ക് ഈ ഒരൊറ്റ പ്രാർത്ഥന, നരാശംസം സുദൃഷ്ട മമ പശ്യം സപദസ്തമം ദിവോ ന സത്മമഘസം യസ്മാദ്യതേന നിധ്യാതി യജ്ഞോ വിപശ്ചിതശ്ചനഃ സധീനാം യോഗമിൻവതി അദൃധ്വനോതി അവിഷ്കൃതിം പ്രാഞ്ജം കൃണോത്യധ്വരം ഹോത്രാദേവേഷു ഗച്ഛതി. നരാശംസം സുദൃഷ്ട മമ പശ്യം സുപ്രദസ്തമം ദിവോന സത്മമഘസം. പദാനുപദം അർത്ഥമൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും വളരെ ഗംഭീരമായിട്ടുള്ള അസലായിട്ടുള്ള ഒരു ജീവിത പ്രാർത്ഥനയാണ്. നന്മകൾ മാത്രം വേണമെന്ന് പറയുന്ന, തിന്മകൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടും ആ തിന്മകൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കരുതെന്ന് പറയുന്ന പ്രാർത്ഥന. എല്ലാവർക്കും സുപ്രഭാതത്തിൽ ഈ പ്രാർത്ഥന കേൾക്കാനും കുറച്ചെങ്കിലും അറിയാനും സാധിക്കുക. ഒറ്റ വരിയിൽ ജീവിതത്തിൽ കഴിയുന്ന എത്രയും നന്മകളിലൂടെ പോകാൻ ഈ പ്രകൃതിയും പ്രപഞ്ചവും നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും മനുഷ്യരാണെങ്കിലും ധാരാളം മനുഷ്യർ തിന്മകളിലൂടെ നിരന്തരം പോകുന്നു. അപ്പോൾ നന്മ ചെയ്യാൻ, നമുക്ക് നന്മ ചെയ്യണമെന്നും നന്മ നമ്മളെ കൊണ്ട് ചെയ്യിക്കണമെന്നും നമുക്കും തോന്നണം, പ്രകൃതിക്കും തോന്നണം. ആ പ്രകൃതിയോടുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് ജീവിതത്തിൽ ശാന്തരായി ജീവിക്കാനല്ല, വൈബ്രന്റ് ആയിട്ട് ജീവിക്കാൻ, എനർജിയോടുകൂടി ജീവിക്കാൻ, രാഷ്ട്രത്തിനും സംസ്കാരത്തിനും വേണ്ടി ഏത് ലെവൽ വരെയും ധന്യമായി പ്രവർത്തിക്കാൻ, അങ്ങനെയുള്ളൊരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഞാൻ എല്ലാത്തിൽ നിന്നും മാറി ഒഴിഞ്ഞ് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു. ജീവിതത്തിൽ പരാജയപ്പെട്ടാൽ ആത്മഹത്യ ചെയ്യാനും തയ്യാറാണ്. അങ്ങനെയുള്ള ജീവിതമല്ല, മരണം വരെ എല്ലാ തിന്മകളെയും തടസ്സങ്ങളെയും ദുഃഖങ്ങളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും തളർത്താതെ തകരാതെ വരളാതെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി, വീര്യവും ധൈര്യവും, ധീരതയും വീരതയും രണ്ടുമുള്ള ഒരു ജീവിതമാകട്ടെ നമ്മുടേത്. ഒരിക്കലും തളരാതെ തകരാതെ തിന്മകൾക്കെതിരെ പോരാടാനും ജീവിക്കുന്നിടത്തോളം കാലം ധന്യമായി ജീവിക്കാനുമുള്ള വേദ പ്രാർത്ഥനയാണ് നമ്മൾ കേട്ടത്. പ്രണാമം, നമസ്കാരം.